ഹലോ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ഡിസിക്ലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്, അതുപോലെ ആ ഡിസിക്ലിബ്രിയം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കോസസ് ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ഡിസിക്ലിബ്രിയം? വേറെ ഒന്നുമല്ല, ഒന്നുകിൽ അവിടെ ഒരു സർപ്ലസ് ഉണ്ട് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഉണ്ട്. നോർമലി ബാലൻസ് ഓഫ് പേയ്മെന്റ് എല്ലാം ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിലാണ് പോകുന്നത്. ക്രെഡിറ്റും ഡെബിറ്റും ഈക്വലായി പോകേണ്ടതാണ്. പക്ഷേ നേരെ തിരിച്ച് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അവിടെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ, അപ്പോഴാണ് അവിടെ ഡിസിക്ലിബ്രിയം ഉണ്ടാവുക. അവിടെ റെസിപ്റ്റുകൾ കുറവും പേയ്മെന്റുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡെഫിസിറ്റും, റെസിപ്റ്റ് കൂടുതലും പേയ്മെന്റ് കുറവുമാണെന്നുണ്ടെങ്കിൽ അവിടെ സർപ്ലസ് ആണ് സംഭവിക്കുക. നോർമലി ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ആയിരിക്കും. ഇന്ത്യ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. ഈ ഡിസിക്ലിബ്രിയം കോസ് ചെയ്യാനുള്ള പല കാരണങ്ങളുണ്ട്. അത് എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് എക്കണോമിക് ആയിട്ടുള്ള കോസസ് അല്ലെങ്കിൽ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയും. അതിൽ പ്രധാനമായിട്ട് രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് സൈക്ലിക്കൽ ഫാക്ടേഴ്സും രണ്ട് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും. അതിൽ സൈക്ലിക്കൽ ഡിസിക്ലിബ്രിയം എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് സൈക്കിൾസ് എന്ന് കേട്ടിട്ടില്ലേ? നോർമലി 15 വർഷമാണ് ഒരു ട്രേഡ് സൈക്കിൾ. അപ്പോൾ ഓരോ ട്രേഡ് സൈക്കിളും വരുമ്പോൾ, അതായത് ചിലപ്പോൾ അവിടെ റിസെഷൻ ആയിരിക്കാം, ചിലപ്പോൾ അവിടെ പ്രോസ്പെരിറ്റി ആയിരിക്കാം, അതിനനുസരിച്ച് ആ ഡിസിക്ലിബ്രിയത്തിൽ ചേഞ്ചസ് വരാം. ചിലപ്പോൾ സർപ്ലസ് ആവാം, ചിലപ്പോൾ ഡെഫിസിറ്റ് ആവാം. റിസെഷൻ ഒക്കെ ആകുമ്പോൾ ഡെഫിസിറ്റ് ആവാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഡിസിക്ലിബ്രിയം ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾക്കറിയാം പെട്രോളിയം പ്രൊഡക്ട്സിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു ആൾട്ടർനേറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇമാജിൻ ഒരു ആൾട്ടർനേറ്റീവ് എനർജി, ഇപ്പോൾ ഹൈഡ്രജൻ പവേർഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ കൊമേഴ്സ്യൽ ആയിട്ട് കണ്ടുപിടിക്കുകയാണോ എന്ന് വിചാരിക്കുക. ദെൻ ദ ഡിപ്പെൻഡൻസി ഓഫ് അവർ കൺട്രി ഓൺ പെട്രോളിയം പ്രൊഡക്ട്സ് വിൽ ബി സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ്ഡ്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പൊ നടക്കുന്ന വാറിന്റെ പ്രധാനപ്പെട്ട ഇഫക്റ്റ് ആയിട്ടുള്ള ആ പെട്രോളിയത്തിന്റെ റിക്വയർമെന്റ് നമുക്ക് ഉണ്ടാവാതെ വരും. അതൊരു സ്ട്രക്ചറൽ ഡിസിക്ലിബ്രിയം ആണ് ഉണ്ടാവുന്നത്. നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിന് അത് പോസിറ്റീവായിട്ടാണ് അഫക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെയാണ് ശരിക്കും സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡിസിക്ലിബ്രിയത്തിന്റെ ഫാക്ടേഴ്സിൽ വരിക. ദെൻ അടുത്തതെന്ന് പറയുന്നത് സെക്യുലർ അല്ലെങ്കിൽ ലോങ് റൺ ഫാക്ടേഴ്സ് ആണ്. അത് പലപ്പോഴും എന്താ പറയുക, അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഡൊമസ്റ്റിക് സേവിങ്സിനേക്കാളും ഒരുപാട് കൂടുന്നെങ്കിൽ ഇമ്പോർട്ട്സ് ഒരുപാട് കൂടുന്നു എക്സ്പോർട്ടിനേക്കാളും. അങ്ങനെയെല്ലാം വരുമ്പോൾ അത് ലോങ് ടേം ആയിട്ട് ഒത്തിരി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഇവിടെയുള്ള ഫണ്ടുകൾ അവൈലബിൾ അല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രോപ്പർ അല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആവാം. അങ്ങനെയെല്ലാം വരുമ്പോഴാണ് ഈ ലോങ് റണ്ണിലുള്ള ഡിസിക്ലിബ്രിയംസ് പലപ്പോഴും സംഭവിക്കുക. ദെൻ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡിസിക്ലിബ്രിയം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പല ടെക്നോളജീസും നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവന്നതാണ്. പുറമേ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ടെക്നോളജി ഒരിക്കലും ഫ്രീ അല്ല. ആ ടെക്നോളജി നമ്മൾ ഒന്നുകിൽ ഒറ്റയടിക്ക് നമ്മൾ പർച്ചേസ് ചെയ്യണം. ദാറ്റ് റിക്വയർസ് എ ഹ്യൂജ് എമൗണ്ട്. ടെക്നോളജി എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ക്യാപിറ്റൽ ഇന്റൻസീവ് എല്ലാ ടെക്നോളജീസും. അപ്പോൾ ആ ടെക്നോളജി എല്ലാം നമ്മൾ പുതിയതായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും അതിനെല്ലാം പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ദാറ്റ് വിൽ റിസൾട്ട് ഇൻ എ ഡെഫിസിറ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. പിന്നെ വരുന്നൊരു കാര്യമാണ് സോഷ്യൽ ആയിട്ടുള്ള ഡിസ്റപ്ഷൻസ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. പലപ്പോഴും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഒരു ഫാക്ടറാണ്. ഇപ്പോൾ പലപ്പോഴും നിങ്ങളെല്ലാവരും പോപ്പ് കൾച്ചർ, പ്രത്യേകിച്ചും K-pop കൾച്ചർ കൂടുതലും റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആവാം, ഫാഷൻ ആവാം, ഉപയോഗിക്കുന്ന മേക്കപ്സ് ആവാം, അതെല്ലാം പലതും ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനെല്ലാം പേയ്മെന്റ് കൊടുക്കണം ഇൻ ഫോറിൻ കറൻസി. ദാറ്റ് വിൽ ഡെട്രിമെന്റലി അഫക്ട് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഓക്കെ. പിന്നെയുള്ളത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബാലൻസ് ഓഫ് പേയ്മെന്റ്, ആ ഡെഫിസിറ്റ് ഒരുപാട് കുറഞ്ഞ് അത് സർപ്ലസിലേക്ക് പോകാനുള്ള ചാൻസ് ആണുള്ളത്. നേരെ മറിച്ച് ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഡിസിക്ലിബ്രിയം, അത് നെഗറ്റീവായിട്ട് ഡെഫിസിറ്റിലേക്ക് പോകാനാണ് കൂടുതൽ. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണത് നമ്മളത് കറക്റ്റ് ചെയ്യുക. ഈ ഡിസിക്ലിബ്രിയം അങ്ങനെ എപ്പോഴും ഡിസിക്ലിബ്രിയം ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നല്ലതല്ല. ഇറ്റ് ഹാസ് ടു ബി കറക്റ്റ്.
രണ്ട് തരത്തിലുള്ള മെഷേഴ്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷേഴ്സും ഉണ്ട്, ഡെലിബറേറ്റ് ആയിട്ടുള്ള മെഷേഴ്സും ഉണ്ട്.